Hello everyone, welcome back again to my channel. Welcome to Easy Foods. ഇന്നൊരു അറബിക് മസാല തയ്യാറാക്കാം. ഇതിന് തൊട്ട് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്ത ഫിഷ് ബ്രോസ്റ്റിൻ്റെ റെസിപ്പിയിൽ ഞാൻ ആഡ് ചെയ്തൊരു മസാലയാണിത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണാത്തവരൊന്ന് അതും കൂടെ പോയി കാണണം. അതിന് മുമ്പ് നിങ്ങൾ ഈസി ഫുഡ്സ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യാനും മറക്കരുത്. അറബിക് മസാല തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. സ്റ്റൗ കത്തിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ ഏലക്ക, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂ, 1 ടേബിൾ സ്പൂൺ പട്ട, ഒരു ഉണക്ക നാരങ്ങ കയ്യിലിട്ടിട്ടൊന്ന് പൊടിച്ചത് എല്ലാം കൂടെ ചേർത്തതിന് ശേഷം സ്റ്റൗ ഓണാക്കിയാൽ മതി. ചെറിയ തീയിലിട്ടിട്ട് നല്ലൊരു വറുത്ത മണം വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം മാത്രം 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഓൾറെഡി ഉള്ള ചൂട് തന്നെ വറുത്തെടുത്താൽ മതി, തീ കത്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാം തണുത്തതിന് ശേഷം മാത്രം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കിനി ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒട്ടും തരിയില്ലാത്ത രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു മസാല ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഏതൊരു അറബിക് ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഇത് ഉപയോഗിക്കാം. കബ്സ, മന്തി, അതുപോലെ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോഴും ഷവർമക്കും ഒക്കെ ഈ ഒരു മസാല ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലൊരു മസാല തയ്യാറാക്കി വെക്കുക. നിങ്ങൾ എന്തായാലും ഫിഷ് ബ്രോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഈസി ഫുഡ്സ് എന്ന ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഒട്ടും തരിയില്ലാത്ത രീതിയിൽ നല്ല ഫൈൻ പൗഡറായി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഈ ഒരു അറബിക് മസാലയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാല്ലാ മറ്റൊരു ഈസി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.